ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ദ റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു സോങ് ആണ് അല്ലെങ്കിൽ പോമാണ്. അത് എഴുതിയിട്ടുള്ളത് ഗിൽ സ്കോട്ട് ഹെറൺ ആണ്. അപ്പോൾ അദ്ദേഹം ഒരു അമേരിക്കൻ പോയിറ്റാണ്, ജാസ് മ്യൂസീഷ്യൻ ആണ്, അതേപോലെ തന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒത്തിരി എക്സ്പ്ലനേഷൻസ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ നമ്മുടെ ടെക്സ്റ്റിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും അവരുടെ ഫേമസ് വർക്ക്, ഫാമിലി ഡീറ്റെയിൽസ്, അവരുടെ കരിയറിനെ കുറിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നുള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ടാണ് പൊതുവെ ഞാൻ ചാപ്റ്ററുകൾ എടുക്കുന്ന സമയത്ത് ഓഥറിനെ കുറിച്ച് വല്ലാണ്ട് പറഞ്ഞ് ടൈം കളയേണ്ട, ആ ടൈം കൂടെ ചാപ്റ്ററിനെ കുറിച്ച് പറയാനായിട്ട് എടുക്കുന്നത്. കാരണം ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് വരാനും മനസ്സിലാവായ്മ വരാനൊക്കെയുള്ള സാധ്യതകളുള്ള. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്ട്രെസ് കൊടുക്കുന്നത് നമ്മുടെ ചാപ്റ്ററിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും റൈറ്ററിനെ കുറിച്ചുള്ള സെക്ഷനൊക്കെ ഒന്ന് വായിച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ് എന്നുള്ള ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക? അപ്പോൾ നമുക്കറിയാം ഒരു റെവല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം കലാപം, കലഹം, യുദ്ധം എന്നൊക്കെയുള്ള ആ ഒരു മീനിങ്ങിലേക്കാണ് പോകുന്നത്. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കലഹം, കലാപം എന്നുള്ളൊരു ഇതിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ടെലിവൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെലിവിഷൻ വഴി ടെലികാസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് ടെലിവൈസ്ഡ്. അപ്പോൾ എന്താണ് റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ റെവല്യൂഷൻ എന്ന് പറയുന്ന സാധനം അത് നിങ്ങൾക്ക് ടെലിവിഷനിൽ കൂടെ വീട്ടിനകത്ത് ഇരുന്ന് കാണേണ്ട ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ടെലിവൈസ് ചെയ്ത് അല്ലെങ്കിൽ ടെലിവിഷനിൽ കൂടെ നിങ്ങൾക്ക് റെവല്യൂഷൻ കാണാനായിട്ട് പറ്റില്ല എന്നാണ് ടൈറ്റിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, എന്താണ് ഇവിടുത്തെ എന്താ പറയുക മെയിനായിട്ടും വരുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ദ റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ് ഇസ് എ പോം ആൻഡ് സോങ് റിട്ടൺ ബൈ ഗിൽ സ്കോട്ട് ഹെറൺ. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പോം അതേപോലെ തന്നെ സോങ് ആണ്. ദ പീസ് ഇസ് എ പവർഫുൾ കമൻട്രി ഓൺ ദ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട്, സാമൂഹികമായിട്ടുള്ള നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രൊട്ടസ്റ്റിലേക്ക് ഇറങ്ങുന്ന കുറച്ച് ആളുകൾക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെക്കുറിച്ചാണ് ഈ ഒരു പോം അല്ലെങ്കിൽ ഈ ഒരു സോങ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. The poem argues that the revolution will not be a passive, televised event, but rather an active grassroots movement that requires participation and action. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പാസീവായിട്ട് നമ്മൾ ഇരുന്ന് കാണേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ നമ്മളൊരു IPL ആയിക്കോട്ടെ, വേറെ എന്തായിക്കോട്ടെ, ഒരു മാച്ച് ആയിക്കോട്ടെ, എന്തെങ്കിലും പ്രോഗ്രാം ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീട്ടിലിരുന്ന് TV ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമല്ലോ. അതുപോലെ TV കൂടെ നമ്മൾ ജസ്റ്റ് പാസീവായി ഇരുന്നിടത്തിരുന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യമല്ല ഒരിക്കലും ഒരു റെവല്യൂഷൻ. മറിച്ച് അതെന്തായിരിക്കണം, അത് വളരെ ആക്റ്റീവായിട്ട് നമ്മൾ അതിലോട്ട് ഇറങ്ങിച്ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഉൾപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു കൂട്ടം ജനത അവിടെ എന്ത് ചെയ്യുന്നത്, റെവല്യൂഷൻ നടത്തുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന കാണികളാവാതെ അവരിൽ ഒരാളായി ഇറങ്ങിച്ചെന്ന് അതിനകത്ത് പങ്കുചേരുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ് ഈ ഒരു കവിതയിലുടനീളം പറയുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയ ഐഡിയയും ആ ടൈറ്റിലിൻ്റെ മീനിങ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദ റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ് എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ആ ഒരു കവിതയിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാനായിട്ട് പോവുകയാണ്. ദ റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്. You will not be able to stay home, brother. ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് എന്തിനു സാധിക്കില്ല, നിങ്ങൾക്ക് വീടിനകത്ത് ഇരിക്കാനൊന്നും, നിങ്ങൾക്ക് വെറുതെ വീടിനകത്ത് ഇരിക്കാനൊന്നും സാധിക്കില്ല സഹോദര എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, പാർട്ടിസിപ്പേഷൻ ഇസ് നീഡഡ്. പാർട്ടിസിപ്പേഷൻ ആണ് ഇവിടെ ആവശ്യം. അല്ലാണ്ട് നിങ്ങൾ വെറുതെ വീട്ടിനകത്ത് ഇരിക്കുകയല്ല വേണ്ടത്, നിങ്ങളും ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളൊരു ആഹ്വാനം പോലെയാണ് ഫസ്റ്റ് ലൈൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. യു വിൽ നോട്ട് ബി ഏബിൾ ടു പ്ലഗ് ഇൻ, ടേൺ ഓൺ ആൻഡ് കോപ്പ് ഔട്ട്. നിങ്ങൾക്ക് ഒരിക്കലും എന്തിനു സാധിക്കില്ല ജസ്റ്റ് TV ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുക എല്ലാ കാര്യങ്ങളിൽ നിന്നും അവോയ്ഡ് ചെയ്ത്, എല്ലാ പുറത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അവോയ്ഡ് ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾ ഫ്രീ ടൈം എങ്ങനെയാണോ എൻജോയ് ചെയ്യുന്നത് അങ്ങനെ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് വീടിനകത്ത് ഇരിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. You will not be able to lose yourself on skag and skip out for beer during commercials. അതേപോലെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് അതിലോട്ട് മുഴുകിയിരിക്കുകയാണ്, അല്ലാതെ നിങ്ങൾ അതിൻ്റെ ബ്രേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ബിയറൊക്കെ കഴിച്ച് അങ്ങനെ ചില്ലായിട്ട് ഇരിക്കുന്ന സിറ്റുവേഷനാണ്, നിങ്ങളെ കൊണ്ട് അതൊരിക്കലും സാധിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇരിക്കാനായിട്ട് പറ്റില്ല. ബിക്കോസ് ദ റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്. കാരണം എന്താണ്, നിങ്ങൾ ഈ കണ്ട് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഈ റെവല്യൂഷൻ ഉണ്ടല്ലോ അതൊരിക്കലും ടെലിവൈസ് ചെയ്യാൻ പോകുന്നില്ല. അത് TV ഇരുന്ന് കണ്ട് ആസ്വദിക്കാം ഈ റെവല്യൂഷൻ, അതിനോട്ടൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് വീട്ടിലകത്തിരുന്ന് TV കണ്ട് ആസ്വദിക്കാം എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്നാണ് ആൾ പറയണം. അതുകൊണ്ട് ആ ഒരു പ്ലാനൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കൂ. The revolution will not be televised. The revolution will not be brought to you. അതേപോലെ തന്നെ റവല്യൂഷൻ എന്ത് ചെയ്യില്ല, ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് റവല്യൂഷനെ കൊണ്ടുവന്ന് തരാൻ വേണ്ടി ആരും വന്ന് നിൽക്കുന്നില്ല. അപ്പോൾ അതിനെ കണ്ട് ആസ്വദിക്കാം എന്നുള്ള ഐഡിയ വെച്ചിട്ട് ആരും ഇരിക്കേണ്ടതില്ല.
by Xerox in 4 parts without commercial interruptions. അതേപോലെ തന്നെ കുറേ ജെറോക്സ് കോപ്പികളായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു കോണ്ടന്റ് ആയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ പറയുന്ന റവല്യൂഷനെ കിട്ടാൻ പോകുന്നില്ല. 4 പാർട്ടായിട്ടോ നമ്മൾ ജസ്റ്റ് സീരീസുകളൊക്കെ കാണില്ലേ പാർട്ടായിട്ട്, അതുപോലെ പാർട്ടുകളായി കാണാനോ അല്ലെങ്കിൽ കോപ്പികളായിട്ട് കാണാനോ അതേപോലെ തന്നെ പ്രത്യേകിച്ച് എന്താ പറയുക ആഡുകളൊന്നും വരാതെ കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്നും കാര്യങ്ങളൊന്നും വരാതെ ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റുന്ന രീതിക്കുള്ള കാര്യങ്ങളൊന്നുമായിട്ട് എന്ത് വരാൻ പോകുന്നില്ല, ഈ ഒരു റവല്യൂഷനെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. ദ റവല്യൂഷൻ വിൽ നോട്ട് ഷോ യു പിക്ചേഴ്സ് ഓഫ് നിക്സൺ ബ്ലോയിങ് എ ബ്യൂഗിൾ. അപ്പോൾ അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും നിക്സൺ എന്ന് പറഞ്ഞ US പ്രസിഡന്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് US പ്രസിഡന്റ് ബ്യൂഗിൾ എന്ന് പറഞ്ഞ ഒരു കുഴൽ പൈപ്പ് പോലത്തെ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഈ ബ്യൂഗിളൊക്കെ യൂസ് ചെയ്ത് അത് ബ്യൂഗിൾ ഊതുന്നതൊക്കെ കണ്ട് നിങ്ങളുടെ US പ്രസിഡന്റ് ആയിട്ടുള്ള നിക്സൺ ആ ബ്യൂഗിൾ ഊതുന്നതും ആ ഒരു റവല്യൂഷൻ നടക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ചെല്ലുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിക്ചേഴ്സ് ആയിട്ട് TV-യിൽ കാണാമെന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം റവല്യൂഷൻ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ടെലിവൈസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. And leading a charge by John Mitchell, General Abrams and Spyro Agnew. അതേപോലെ തന്നെ ഇവർ ചാർജ് ചെയ്യുന്നത് ഈ പറഞ്ഞ ജോൺ മിച്ചൽ ഇവരൊക്കെ എന്ന് പറയുന്നത് ആർമി ഓഫീസേഴ്സും അതേപോലെ തന്നെ അവിടുത്തെ വൈസ് പ്രസിഡന്റും ഒക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓഫീസേഴ്സ് എല്ലാം ആ ഒരു എന്താ പറയുക ഒരു ആർമി അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു റവല്യൂഷനെ അല്ലെങ്കിൽ അത് ചാർജ് ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, TV-യിൽ കാണാൻ പറ്റില്ല. ടു ഈറ്റ് ഹോഗ് മൗസ് കൺഫിസ്കേറ്റഡ് ഫ്രം ഹാർലം സാങ്ച്വറി ദ റവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്. അതേപോലെ തന്നെ ഹാർലം സാങ്ച്വറിയിൽ നിന്നുള്ള ഈറ്റ് ഹോഗ് മൗസ് എന്ന് പറയുന്നത് ഫുഡാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ അവിടെ നിന്ന് കൺഫിസ്കേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ആ ഒരു ഫുഡ് ഐറ്റംസ് അവിടെയുള്ള ആളുകൾ കഴിക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാണാനായിട്ട് പറ്റില്ല. കാരണം ഇത് TV-യിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണില്ല എന്നാണ് പറയണം. The revolution will not be brought to you by the Schaefer Award Theatre. അത് ഷേഫ അവാർഡ് തിയേറ്റർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു TV പ്രോഗ്രാമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് പൊതുവെ എല്ലാ പ്രോഗ്രാമുകളും കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഈ പറഞ്ഞ ഷേഫ അവാർഡ് തിയേറ്ററാണ്. അപ്പോൾ അവരും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ റവല്യൂഷൻ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവന്ന് തരാനായിട്ട് പോകുന്നില്ല. ആൻഡ് വിൽ നോട്ട് സ്റ്റാർ നതാലി വുഡ്സ് ആൻഡ് സ്റ്റീവ് മാക്ക്വീൻ ഓർ ബൾവിംഗ്ടൺ ആൻഡ് ജൂലിയ. The revolution will not give your mouth sex appeal. അപ്പോൾ അതേപോലെ തന്നെ പറയുകയാണ് ഇതിലൊരിക്കലും ഈ ഒരു എന്താ പറയുക ഒരു പ്രോഗ്രാമായിട്ട് നമ്മുടെ ഷേഫർ അവാർഡ് തിയേറ്റർ നിങ്ങൾക്ക് ഈ പറയുന്ന റവല്യൂഷൻ കൊണ്ടുവന്ന് തരാൻ പോകുന്നില്ല. അതിൽ ഈ പറയുന്ന നതാലി വുഡ്സോ സ്റ്റീവ് മാക്ക്വീനോ അവരൊക്കെ ആക്ടേഴ്സും ആക്ട്രസും ഒക്കെയാണ്. ഇവരാരും അതിനകത്ത് അഭിനയിക്കാനായിട്ടും പോകുന്നില്ല. മാത്രമല്ല ഈ റവല്യൂഷൻ എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ മുഖത്തിനൊരു സെക്സ് അപ്പീൽ, നിങ്ങൾക്ക് ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ സെക്ഷലി എന്താ പറയുക ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള യാതൊരു കണ്ടന്റും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഈ ഒരു റവല്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് TV വഴി കിട്ടാനായിട്ട് പോകുന്നില്ല. The revolution will not get rid of the numbs. അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു മേജർ പാർട്ട് എന്തിനു വേണ്ടിയിട്ടാണോ റവല്യൂഷൻ നടക്കുന്നത് അതിൽ നിന്ന് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരിക്കലും മോചനം കിട്ടുന്നില്ല. അതിനുള്ള സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു റവല്യൂഷൻ എൻഡ് ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ. The revolution will not make you look 5 pounds thinner because the revolution will not be televised. അതേപോലെ തന്നെ ആ ഒരു 5 pounds തിന്നർ ആവുന്ന രീതിയിൽ, കുറച്ചും കൂടെ മെലിയുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കനം കുറയുന്ന രീതിയിൽ യാതൊന്നും നിങ്ങൾക്ക് അതൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ടെലിവൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നില്ല. Brother, there will be no pictures of you and Willie May pushing that shopping cart down the block on the dead run or trying to slide that color TV into a stolen ambulance. അതേപോലെ തന്നെ നിങ്ങളും അതേപോലെ തന്നെ മില്ലിമേ എന്ന് പറയുന്ന മ്യൂസീഷ്യനാണ്. നിങ്ങളും അതേപോലെ മില്ലിമേ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ കാർട്ട് തള്ളിക്കൊണ്ട് പോകുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക കളർ TV അവിടെ നിന്ന് എന്താ പറയുക സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടുള്ള യാതൊരു കാര്യവും ഈ പറയുന്ന TV-യിൽ കാണിക്കാനായിട്ട് പോകുന്നില്ല. NBC will not be able to predict the winner. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു NBC എന്ന് പറയുന്നത് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ്. അപ്പോൾ NBC ഇത്തരത്തിലുള്ള ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളും എന്തെങ്കിലും കാര്യത്തിൻ്റെ ഇപ്പോൾ ആരാണ് വിന്നർ, ആരാണ് ഈ റവല്യൂഷൻ ജയിച്ചത്, കാര്യങ്ങൾ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ഇവരാരും വരാൻ പോകുന്നില്ല. അത് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ എന്തിരിക്കേണ്ട, വീടിനകത്ത് TV കാണാൻ വേണ്ടിയിട്ട് ഇരിക്കേണ്ട. At 8:32 on report from 29 districts revolution will not be televised. അപ്പോൾ ആ ഒരു ഇത്രയും 29 ഡിസ്ട്രിക്ട്സിൽ നിന്നും ആ ഒരു 8:32 ആ ഒരു പ്രോഗ്രാമിലും കാര്യങ്ങളിലൊന്നും ആരെയാണ് വിന്നർ എന്ന് ഇപ്പം അറിയാമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും NBCയുടെ മുന്നിലൊന്നും ആരും വെയിറ്റ് ചെയ്തിരിക്കേണ്ട, ഇതൊന്നും ടെലിവൈസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇതോടെ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം നിങ്ങൾ വീടിനകത്ത് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. കാരണം TV-യിൽ കൂടെ ഇതൊന്നും കാണാൻ പോകുന്നില്ല. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ആക്റ്റീവായിട്ട് ആ റവല്യൂഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് നിങ്ങളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നൊരു ആഹ്വാനമാണ് വരുന്നത് കേട്ടോ.
There will be no pictures of pigs, down brothers on the instant reply. അതേപോലെ തന്നെ എന്താണ് ഇവിടെ എന്താ പറയുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്നതായിട്ട്, അതായത് ആ ഒരു റവല്യൂഷൻ്റെ ആ ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സീനുകളും കാര്യങ്ങളും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് റീപ്ലേ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫിലിം നമ്മൾ കാണുകയാണ് ടി വിയിൽ എന്നുണ്ടെങ്കിൽ, നമുക്ക് ടി വിയിൽ നമ്മൾ അല്ലെങ്കിൽ മൊബൈലിൽ നമ്മൾ കാണുകയാണ്, അല്ലെങ്കിൽ പെൻഡ്രൈവ് യൂസ് ചെയ്ത് നമ്മൾ കാണുകയാണ്, നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം അല്ലെങ്കിൽ റീപ്ലേ ചെയ്യാം. പക്ഷേ അതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ റവല്യൂഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിചാരിക്കാം, ടി വിയിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താ പറയുക ഷൂട്ട് ചെയ്യുന്നത് കാണുകയാണ്, രണ്ടുപേരും തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യുന്ന പോലൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഒന്നും കൂടെ ഫൈറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അതൊന്നും കൂടെ കണ്ടേക്കാമെന്ന് വിചാരിച്ച് വീണ്ടും റീപ്ലേ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ദർ വിൽ ബി നോ പിക്ചേഴ്സ് ഓഫ് പിക്സ് ഷൂട്ടിംഗ് ഡൗൺ ബ്രദേഴ്സ് ഓൺ ദ ഇൻസ്റ്റന്റ് റീപ്ലേ. വീണ്ടും ആ ലൈൻ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. There will be no pictures of Whitney Young. അതേപോലെ തന്നെ എന്താണ്, അവിടെ യാതൊരു തരത്തിലുള്ള, വിറ്റ്നി യങ് എന്ന് പറയുന്നത് അമേരിക്കൻ ഓഥറാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓഥേഴ്സിൻ്റെയോ ആരുടെയും പിക്ചേഴ്സ് ഒന്നും നിങ്ങൾക്ക് ടി വിയിലിരുന്ന് കാണാൻ പറ്റില്ല. ബീങ് റൺ ഔട്ട് ഓഫ് ഹാർലം ഓൺ എ റെയിൽ വിത്ത് എ ബ്രാൻഡ് ന്യൂ പ്രോസസ്. അപ്പോൾ അവർ ഹാർലമിൽ നിന്നും റൺ ഔട്ട് ചെയ്ത് വന്നിട്ടുള്ള വിറ്റ്നി യങ്ങിനെ പോലെയുള്ള ഓഥേഴ്സിനെയും കാര്യങ്ങളൊന്നും നിങ്ങൾ ടി വിയിൽ കാണാമെന്ന് വിചാരിച്ചിരിക്കേണ്ട. There will be no slow motion or still lives of Roy Wilkins strolling through woods in a red, black and green liberation jumpsuit. അതേപോലെ തന്നെ റോയ് വിൽക്കിൻസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റാണ്. ഇപ്പോൾ അദ്ദേഹം ജംപ് സ്യൂട്ടൊക്കെ ധരിച്ച് ആ ഒരു ലിബറേഷൻ, അവരുടെ ഭാഗം ജയിച്ചു, വിൻ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി, ലിബറേഷൻ കിട്ടി എന്ന്, സ്വാതന്ത്ര്യം കിട്ടി എന്ന് കാണിക്കാൻ വേണ്ടി റെഡ്, ബ്ലാക്ക്, ഗ്രീൻ കളറിലൊക്കെയുള്ള ജംപ് സ്യൂട്ടൊക്കെ ധരിച്ച് അത് കൂടെ ഇങ്ങനെ ഉലാത്തി നടക്കുന്ന സംഭവം, അത് സ്ലോ മോഷനിൽ ഇങ്ങനെ നടക്കുന്നതൊക്കെ ഭയങ്കര ഒരു സിനിമാറ്റിക് വ്യൂവിൽ ടി വിയിൽ കാണാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. That he has been saving for just the proper occasion. അപ്പോൾ കറക്റ്റ് ഒക്കേഷൻ ആയിട്ട് വേണം ആ രീതിക്ക് നല്ല അടിപൊളിയായിട്ട് നടന്നു വരാനെന്ന് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ടി വി കൂടെ കാണാം എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഗ്രീൻ ഏക്കേഴ്സ്, ബെവേർലി ഹിൽബിലീസ് ആൻഡ് ഹുട്ടാവെൽ ജംഗ്ഷൻ വിൽ നോ ലോങ്ങർ ബി സോ ഡാം റെലവൻറ്റ്. ഇതൊക്കെ ടെലിവിഷൻ സീരീസുകളാണ് കേട്ടോ ഈ പറഞ്ഞതൊക്കെ, ഗ്രീൻ ഏക്കേഴ്സ്, ബെവേർലി ഹിൽബിലീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയും എന്താണ്, വിൽ നോ ലോങ്ങർ ബി സോ ഡാം റെലവൻറ്റ്, അതിൻ്റെയൊക്കെയും പ്രാധാന്യം നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇതൊക്കെ കാണാൻ വേണ്ടി വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ നിൽക്കണ്ട, അതിൻ്റെയൊക്കെ പ്രാധാന്യം നഷ്ടപ്പെടാൻ പോകുന്ന ഇപ്പോൾ ഇമ്പോർട്ടൻസ് എന്തിനാണ്, ഈ ഒരു റെവല്യൂഷനാണ്. ആൻഡ് വിമൻ വിൽ നോട്ട് കെയർ ഇഫ് ഡിക് ഫൈനലി ഗോ ഡൗൺ വിത്ത് ജെയിൻ ഓൺ സെർച്ച് ഫോർ ടുമോറോ. സെർച്ച് ഫോർ ടുമോറോ എന്ന് പറയുന്ന ടി വി പ്രോഗ്രാം ഉണ്ട്. അതിലത്തെ ക്യാരക്ടേഴ്സാണ് ഡിക്ക് ആൻഡ് ജെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള സ്ത്രീകളുടെ ആകാംക്ഷയും എന്ത് ചെയ്യണം, അതൊക്കെ നശിക്കാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം, നമ്മുടെ റെവല്യൂഷനാണ്. ബിക്കോസ് ബ്ലാക്ക് പീപ്പിൾ വിൽ ബി ഇൻ ദ സ്ട്രീറ്റ് ലുക്കിംഗ് ഫോർ എ ബ്രൈറ്റർ ഡേ. കാരണം ഈ പ്രോഗ്രാമുകളൊക്കെ കണ്ടുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന ഈ ബ്ലാക്ക് പീപ്പിൾ ഇപ്പോൾ എവിടെ ഇല്ല, വീട്ടിലില്ല. അവർ ഈ പ്രോഗ്രാം ഒന്നും കണ്ടു വിജയിപ്പിക്കാനായിട്ടില്ല. അവരിപ്പോൾ സ്ട്രീറ്റിലാണ്. അവരുടെ ഭാവിയിൽ നല്ല കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡേ വരാൻ വേണ്ടിയിട്ട്, അവർക്ക് ഹനിക്കപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിഷേധത്തിൽ അവർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ടി വി പ്രോഗ്രാമുകളും കാര്യങ്ങളൊന്നും കണ്ടു വിജയിപ്പിക്കാൻ ഇപ്പോൾ ആരുമില്ല. ഇപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണ്, നമ്മുടെ റെവല്യൂഷനാണ്. The revolution will not be televised. There will be no highlights on the 11 o'clock news. 11 o'clock ന്യൂസിൽ എന്താണ് കാര്യമായിട്ട് അതിനിപ്പോൾ വലിയ ഹൈലൈറ്റ് ഒന്നുമില്ല. അതും ആരും ഇപ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. കാരണം ആളുകൾ മുഴുവൻ ഇപ്പോൾ സ്ട്രീറ്റിലാണ്. ആൻഡ് നോ പിക്ചേഴ്സ് ഓഫ് hairy armed women liberationists and Jackie Onassis blowing her nose. അതേപോലെ തന്നെ ആ ഒരു ആമെടുത്ത് അല്ലെങ്കിൽ എന്താ പറയുക ആയുധങ്ങളെടുത്ത് ഇറങ്ങിയിട്ടുള്ള സ്ത്രീകളുടെ അവരുടെ ഒന്നും പിക്ചർ ഇവിടെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് ടി വിയിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് ആരും ഇരിക്കേണ്ട. ജാക്കി ഒനാസിസ് എന്നൊക്കെ പറയുന്നത് ഒരു അമേരിക്കൻ റൈറ്ററാണ്. അപ്പോൾ അവർ അത്തരത്തിലുള്ള സ്ത്രീകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിസ്റ്റുകളായിക്കോട്ടെ ഇവരുടെ ഒക്കെയും പിക്ചറുകൾ ടി വിയിൽ കാണാമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ടതില്ല. ദ തീം സോങ് വിൽ നോട്ട് ബി റിട്ടൺ ബൈ ജിം വെബ് ഓർ ഫ്രാൻസിസ് സ്കോട്ട് കീസും അതേപോലെ ജിം വെബ് ഒക്കെ എഴുതിയിട്ടുള്ള തീം സോങ് ഒക്കെ ഇപ്പോൾ വരും. ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാമെന്ന് വിചാരിക്കേണ്ട. നോർ സങ് ബൈ ഗ്ലെൻ ക്യാമ്പൽ, ടോം ജോൺസ്, ജോണി കാഷ്, ഈഗിൾ ബെറ്റ്, ഹംബർഡിങ് ഓർ ദ റെയർ എർത്ത്. ദ റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്. അപ്പോൾ ഇത്തരത്തിൽ പാട്ടുകൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരും അല്ലെങ്കിൽ പാടുന്ന സിംഗേഴ്സ് വരും എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ഇരിക്കേണ്ട. അതൊന്നും ആരും വരാനായിട്ട് പോകുന്നില്ല. ദ റെവല്യൂഷൻ വിൽ നോട്ട് ബി റൈറ്റ് ബാക്ക് ആഫ്റ്റർ മെസ്സേജ് അബൌട്ട് എ വൈറ്റ് ടൊർണാഡോ, വൈറ്റ് ലൈറ്റ്നിങ് ഓർ വൈറ്റ് പീപ്പിൾ.
അപ്പോൾ അവർ പറയുകയാണ്, അതായത് ഈ റവല്യൂഷൻ നമ്മളിപ്പോൾ ഇപ്പോൾ വരും, അതായത് ജസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചുഴലിക്കാറ്റ് വന്നത് കൊണ്ടോ ഒരു മിന്നൽ വന്നത് കൊണ്ടോ അതുകൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് തുടങ്ങാം എന്നുള്ള രീതിക്ക് നമ്മുടെ റവല്യൂഷൻ മാറ്റി വെക്കാനോ അല്ലെങ്കിൽ പിന്നത്തേക്ക് വെക്കാനോ ഒന്നിനും സാധിക്കില്ല. ഇതിവിടെ എന്ത് ചെയ്യണം, ഒരു മെസ്സേജ് വരുന്നത് വരെ ഇത് നിർത്തിവെച്ചിരിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് നിർത്തിവെക്കാൻ പറ്റില്ല. അതിനി ലക്ഷ്യം കാണാതെ നമ്മൾ എൻഡ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഓർ വൈറ്റ് പീപ്പിൾ യു വിൽ നോട്ട് ഹാവ് ടു വറി അബൌട്ട് എ ഡൗ ഇൻ യുവർ ബെഡ്റൂം. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് അതിൻ്റെ മീനിങ്ങിൽ എടുക്കണേക്കാൾ നല്ലത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ചെറിയ ചെറിയ സില്ലി കാര്യങ്ങളെന്ന് പറയില്ല നമ്മൾ, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഓർത്ത് നിങ്ങളിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട സമയമല്ല. അതിനേക്കാട്ടിലും വലിയ പ്രശ്നമാണ് ഇപ്പോൾ റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ വരുന്നതിന് 3-4 ലൈനുകളിൽ പറയുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. യു വിൽ നോട്ട് ഹാവ് ടു വറി അബൌട്ട് ഡൗ ഇൻ യുവർ ബെഡ്റൂം. നിങ്ങളുടെ ബെഡ്റൂമിലുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർത്തിട്ട് നിങ്ങൾ ഇനി വറി ചെയ്യില്ല. ദ ടൈഗർ ഇൻ യുവർ ടാങ്ക് എന്നുള്ളതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല മീനിങ്ങിൽ എടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡൗ ഇൻ യുവർ ബെഡ്റൂം എന്നുള്ളത് സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലത്തെ. ടൈഗർ ഇൻ യുവർ ടാങ്ക് എന്നുള്ളത് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള, കുറച്ചും കൂടെ എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇഷ്യൂസ്. ഇതൊന്നും നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട, കാരണം ഇതിനെക്കാട്ടിലൊക്കെ വലിയ പ്രശ്നമാണ് ഇപ്പം നമ്മൾ സഫർ ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതേ സമയം തന്നെ ആ സമയത്തെ പോപ്പുലർ ആയിട്ടുള്ള TV ആഡുകൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സ്ലോഗൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ടേംസ് ഒക്കെ, ഡൗ ഇൻ യുവർ ബെഡ്റൂം, ടൈഗർ ഇൻ യുവർ ടാങ്ക് എന്നുള്ളതൊക്കെ വന്നിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ആ സമയത്തെ ഞാനത് ഓരോന്നും ആ സ്ലോഗൻസ് എടുത്ത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒരു സ്ലോഗൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഓർ ദ ജെയിൻഡ് ഇൻ യുവർ ടോയ്ലറ്റ് ബൗൾ, ഇതൊക്കെ അത്തരത്തിലൊരു ആഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ലോഗൻസിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റുകൾ പറയുന്നത് കേട്ടിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർത്തിട്ട് ഇപ്പം നിങ്ങൾ ബോധേഡ് ആവേണ്ട സമയമല്ല. അതിനെക്കാട്ടിലൊക്കെ വലിയ പ്രശ്നത്തിലാണ് ഇപ്പം നമ്മൾ വന്നുപെട്ടിട്ടുള്ളത്. ദ റവല്യൂഷൻ വിൽ നോട്ട് ഗോ ബെറ്റർ വിത്ത് കോക്ക്. ഈ കോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊക്കക്കോളയുടെ ആഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള അതും ഈ ആഡിൻ്റെ കൊക്കക്കോളയുടെ ആ ടൈമിലുള്ള ആഡിൻ്റെ ഒരു സ്ലോഗൺ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്രേസ് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതൊന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കോക്ക് കൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ കൊക്കക്കോളയുടെ ആഡ് കൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു റെവല്യൂഷൻ ഒന്നും ബെറ്റർ ആവാനോ അല്ലെങ്കിൽ വേഴ്സ് ആവാനോ ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് അതൊന്നും നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കാനായിട്ട് നിൽക്കണ്ട. ദ റെവല്യൂഷൻ വിൽ നോട്ട് ഫൈറ്റ് ജെംസ് ദാറ്റ് മേ കോസ് ബാഡ് ബ്രത്ത്. അതേപോലെ തന്നെ ബാഡ് ബ്രത്തിന് കാരണം നമ്മൾ വയനാട്സ് എന്നൊക്കെ പറയില്ല, അപ്പോൾ അതിന് കാരണമാവുന്ന ജേംസിനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, റെവല്യൂഷനിൽ കൊല്ലാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണം, ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെയും മൗത്ത് വാഷിൻ്റെ ഒക്കെ അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ അവിടെ ഇരുന്നോട്ടെ, അതൊന്നും നിങ്ങളിപ്പോൾ ആലോചിക്കാൻ പോകണ്ട. ദ റെവല്യൂഷൻ വിൽ പുട്ട് യു ഇൻ ദ ഡ്രൈവേഴ്സ് സീറ്റ്. റെവല്യൂഷൻ നിങ്ങളെ എവിടേക്ക് എത്തിക്കും, അത് ഫൈനലി എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോൾ കിട്ടുള്ളൂ. അതാണ് ഡ്രൈവേഴ്സ് സീറ്റ്. നമുക്കൊരു വണ്ടിയുടെ ഡ്രൈവേഴ്സ് സീറ്റിൽ ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ആരുടെ കൺട്രോളിലാണ്, നമ്മുടെ കൺട്രോളിലാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ലൈഫ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ റെവല്യൂഷൻ അതിൻ്റെ ഫൈനൽ റിസൾട്ടിലോട്ട് എത്തുക തന്നെ വേണം. ദ റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്. വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്. ദ റെവല്യൂഷൻ വിൽ ബി നോ റീറൺ. അതേപോലെ ഈ റെവല്യൂഷൻ എന്തില്ല, റീറണ്ണില്ല, അതായത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടെ കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ബ്രദേഴ്സ്, ദ റെവല്യൂഷൻ വിൽ ബി ലൈവ്. ഈ റെവല്യൂഷൻ എന്താണ്, ലൈവായിട്ട് മാത്രമാണ്, നമുക്ക് തത്സമയമായിട്ട് മാത്രമാണ് കാണാനായിട്ട് പറ്റുള്ളൂ. അതും വീട്ടിലിരുന്നിട്ടല്ല നമ്മൾ കാണേണ്ടത്, റെവല്യൂഷൻ നടക്കുന്ന സ്ഥലത്ത് പോയി അതിലൊരു ഭാഗമായിട്ട് വേണം നമ്മൾ കാണേണ്ടത്. അല്ലാതെ വീട്ടിലിരുന്ന് എൻജോയ് ചെയ്യാമെന്നൊരു ഐഡിയയിൽ ആരും ഇരിക്കരുത്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് അവിടെ റെവല്യൂഷൻ നടക്കുന്നത് എന്നൊക്കെയാണ് ഈ ഒരു കവിതയിൽ കൂടെ അദ്ദേഹം പറയാനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത് കേട്ടോ.